കേസിൽ പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് വെറും പ്രഹസനമാണെന്ന കടുത്ത വിമർശനവുമായി നടി അൻസിബ രംഗത്തെത്തിയിരിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതിയുടെ മൊഴിയെടുക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് പരാതിക്കാരിക്ക് നൽകണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചു. പ്രതികളെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്ന് അൻസിബ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഇപ്പോൾ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവുമായി അൻസിബ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതിയുടെ മൊഴിയെടുക്കുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വരുമ്പോൾ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. അനുശ്രീ, മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ടാഗ് ചെയ്തുകൊണ്ടാണ് അൻസിബ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ നീതിയുടെ കിരണം കാത്ത് ഇനിയും എത്ര നാൾ എന്ന ചോദ്യചിഹ്നത്തോടു കൂടിയുള്ളൊരു ചോദ്യം ആദ്യം അൻസിബ ഉന്നയിക്കുന്നു. പിന്നീട് താൻ നേരിടാൻ പോകുന്ന ഈ ഒരു അനീതി, അല്ലെങ്കിൽ താൻ ഒരു നിയമ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് എതിരായി, അതായത് ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയാണ് അവർക്കുള്ളത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലും തനിക്ക് അനീതി ഉണ്ടായി എന്ന രൂക്ഷമായ വിമർശനവും അൻസിബ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര ACP ഈ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് കമ്മീഷണർ കൈമാറിയത്. അതിനു മുൻപ് തന്നെ ഒരു പരാതിക്കാരി എന്ന നിലയിൽ തന്നെ കൂടി അറിയിക്കേണ്ട ഒരു എന്താ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പോലും അട്ടിമറിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു FIR പോലും ഇടാതെ പരാതിക്കാരുടെ, അല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നത്, സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുകൂടി അൻസിബ പറയുന്നു. ഈ പരാതി എന്ന പേരിൽ നടക്കുന്നത് പ്രഹസനമാണെന്നും തനിക്ക് ഇതുവരേക്കും നീതി കിട്ടിയില്ലെന്നും പക്ഷേ താൻ നിയമ പോരാട്ടം തുടരും എന്നുകൂടി അൻസിബ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അൻസിബ ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ടിനി ടോമിന്റെ, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ടിനി ടോമിന്റെയും ശ്വേതാ മേനോന്റെയും നീന കുറുപ്പിന്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ ശ്വേതാ മേനോനും ടിനി ടോമും ഒക്കെ പറയുന്നത് ഈ പരാതിക്ക് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത്തരത്തിലുള്ളൊരു ആരോപണങ്ങളൊന്നും താൻ കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ്. നാളെയാണ് ഇതിൽ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അൻസിബയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഏറെ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ പേരിൽ നടക്കുന്നത് പ്രഹസനം എന്നാണ് അൻസിബ പറയുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഒരു ആരോപണ വിധേയരായിട്ടിരിക്കുന്ന ആളുകളുടെ കൂടി മൊഴി പോലീസിന് എടുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് അൻസിബ ഇവിടെ ഉന്നയിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.